നമ്മുടെ ലോകം ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇന്നും പലയിടങ്ങളിൽ മനുഷ്യർ തമ്മിൽ കലഹിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ പോലും സ്നേഹം മറന്ന് ആയുധമെടുക്കുന്നു. അതിനിടയിൽ ഒരു മാതൃകയാവുന്നു എൻ്റെ നാട്, എൻ്റെ കേരളം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു കുഞ്ഞു സംസ്ഥാനമാണ് എൻ്റെ കേരളം. പക്ഷെ നമ്മൾക്കറിയാം, നമ്മുടെ ഈ കഴിഞ്ഞുപോയ കാലയളവുകളിൽ നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ എത്രയേറെ വലുതാണ്. വയനാട് പോലെയുള്ള ഒരിടത്ത് അവിടുത്തെ ഒരു ജനതയെ ഒന്നടങ്കം വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ വയനാടിന് പറ്റിയ ആ ഒരു ദുരന്തം നമ്മൾ മലയാളികൾ നമ്മൾ മനസ്സിലേറ്റിയത് നമ്മുടെ വേദനയായിട്ടാണ്. ആ വേദനയ്ക്ക് ഒരു ആശ്വാസമേകുന്ന ഒരിടം നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് നൽകുന്നുണ്ട്. നല്ലതും ശരിയും പറയുവാൻ പഠിക്കുന്ന മലയാളിയെ കൊണ്ട് തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നല്ലതിനെ നല്ലതെന്ന് പറയാൻ പഠിപ്പിച്ച എൻ്റെ മലയാളത്തിന്റെ സംസ്കാരം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, കേരള സർക്കാർ ചെയ്ത ഏറ്റവും വളരെ കൃത്യമായ, വളരെ സ്നേഹത്തിന്റെ കരുതൽ തന്നെയാണ് ഇന്ന് അവിടെ ഉയർന്നിരിക്കുന്ന ആ ഭവനങ്ങൾ. അവിടെ വീടുകൾ കിട്ടുന്നവർ എല്ലാവരും തന്നെ അർഹതപ്പെട്ടവരാണ്. കാരണം അവരുടെ ഉറ്റവരെ ആ മണ്ണിലാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത്. ആ ഇടങ്ങളിൽ നിന്നും കുറച്ചകലെ ഒരു ടൗൺഷിപ്പായി തങ്ങളുടെ അയൽവാസികളായിരുന്ന മനുഷ്യരെ ആ സ്നേഹത്തോടെ ഒപ്പം ചേർത്ത് നിർത്താൻ തന്റെ കൺമുന്നിൽ അവൻ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഒരു കൂട്ടായ്മയായിട്ട് അവർക്ക് ഇനി അവിടെ താമസിക്കാം. അവിടെ ഉയർന്ന ആ ഭവനം അവരുടെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അവരെ തണലായി, അവർക്കൊരു ആശ്രയമായി, അവർക്ക് രാത്രികളിൽ ഉറങ്ങാൻ ഒരു ഇടമായി മാറുമ്പോൾ അവർക്ക് കേരള സർക്കാർ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് ആ ഭവനം. അത് അവർ അർഹിക്കുന്നതാണ്. അത് ആരുടെയും ഔദാര്യവുമല്ല. ആ കടമ എന്താണോ ആ കടമ വളരെ വ്യക്തമായിട്ട് നമ്മുടെ സർക്കാർ ചെയ്തിട്ടുണ്ട്. 100 രൂപ മുതൽ വലിയ വലിയ തുകകൾ പോലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ അതിലേക്ക് ഫണ്ട് നൽകരുത് എന്ന് പറഞ്ഞപ്പോഴും ഒരു മനസ്സോടെ കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും തങ്ങളുടെ ഉപജീവന മാർഗത്തിലെ ഒരു വഴിയായിരുന്ന അവരുടെ ഉപജീവന മാർഗത്തെ പോലും ഇതിനു വേണ്ടി മാറ്റിവെക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനിടയായി. അവരുടെ എല്ലപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കർത്തവ്യം നമ്മുടെ സർക്കാരിന് വയനാട് ഇത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ആ ദുരിതത്തിനപ്പുറം ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ സർക്കാർ എന്നും ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ബാങ്കിന്റെ രീതിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അവരുടെ കടങ്ങൾ എഴുതി തള്ളുന്ന രീതിയിലും, അതുപോലെ തന്നെ അവർക്കുള്ള വാടകയുടെ രീതിയിലും, അതുപോലെ തന്നെ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും എല്ലാത്തിനും സർക്കാരിൻ്റെതായ വ്യക്തമായ പങ്ക് ഈ വയനാട് എന്ന് പറയുന്ന ഈ ഒരിടത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പുതിയൊരു സ്റ്റെപ്പ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ പുതിയൊരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് വയനാട് ഇന്ന് ഉയർന്നിട്ടുള്ള ഭവനങ്ങളെല്ലാം തന്നെ. അവിടെ പോയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഓരോ മലയാളികളും നിങ്ങളുടെ ഒരു യാത്രാവേളയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സമയത്തോ തീർച്ചയായിട്ടും അവിടം സന്ദർശിക്കണം. അവരെല്ലാവരും നമുക്ക് ഒപ്പമുള്ളവരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. ആ ഒരിടത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ സ്നേഹത്തിന്റെ, നമ്മുടെ നാടിന്റെ വിശ്വാസത്തിന്റെ, മതവും രാഷ്ട്രീയവും മറന്നൊരു പ്രശ്നം വരുമ്പോൾ ഒന്നിച്ച് കൈകോർക്കുന്ന മലയാളിയുടെ ആ ഒരു സ്വഭാവത്തിന്റെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു സിമ്പലായിട്ടാണ് അവിടെ ആ ഭവനങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. നമുക്ക് രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മാനവികതയുടെ ഇത്തരത്തിലുള്ള കേരള മോഡലുകൾ നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം. ഇതാണ് നമ്മുടെ കേരള സ്റ്റോറി എന്നും പറയുന്ന കേരളത്തിന്റെ കഥയെന്നും. അതായത് നമ്മൾ മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ അവനെ ചേർത്ത് നിർത്തുന്ന ഒരു നല്ലിടമാണ് എൻ്റെ കേരളമെന്നും നമുക്ക് ഈ ലോകത്തിനോട് വിളിച്ചു പറയാം. മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.